നമ്മുടെ UPSC വിളിക്കുന്ന, അതായത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിളിക്കുന്ന CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ്റെ 2025 ഫസ്റ്റ് എക്സാമാണ്. ഒരു വർഷം 2 എക്സാമിനേഷനാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്, CDSൻ്റെ മാത്രം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എക്സാം നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, NDAൻ്റെയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ നമ്മുടെ CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ, പരീക്ഷ എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള പരീക്ഷൻ്റെ ടൈം ടേബിൾ ഇപ്പോൾ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ടേബിളിൽ പരീക്ഷേൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ആർമി, നേവി, എയർഫോഴ്സിൽ സ്ഥിര ജോലിയാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കാനായിട്ട് പോകുന്നത്. ഓഫീസറായിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതി വിജയിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ എൻ്റർ ആവാനായിട്ട് പോകുന്നത്. ദെൻ നമുക്കിവിടെ ടൈം ടേബിൾ ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 13/4/2025 ഞായറാഴ്ചയാണ്. 13/4/2025 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 13/4/2025 എന്നൊരു ഞായറാഴ്ചയാണ് പരീക്ഷ നടത്തുന്നത്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ഏകദേശം റിലീസ് ചെയ്യാനായിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പരീക്ഷാ ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ 11 മണി വരെ ഇംഗ്ലീഷാണ് നടക്കുക. അതിൻ്റെ കോഡ് 11 ആണ്, 11 എന്നുള്ളതാണ് കോഡ്. അപ്പോൾ ഇംഗ്ലീഷാണ് രാവിലെ 9 മണി മുതൽ ഏകദേശം 11 മണി വരെ നടക്കുന്നത്. പിന്നീട് ഒരു ബ്രേക്ക് വന്നതിന് ശേഷം 12:30 മുതൽ 2:30 വരെ ജനറൽ നോളജാണ് നടക്കുന്നത്. 12:30 മുതൽ 2:30 വരെ ജനറൽ നോളജ് ഇതാണ് നടക്കുന്നത്, ജനറൽ നോളജാണ് നടക്കുന്നത്. OTA അപേക്ഷിച്ചവർക്ക്, ഓഫീസർ ട്രെയിനിങ് അക്കാഡമിയിലേക്ക് അപേക്ഷിച്ചവർക്ക് ഈ 2 പരീക്ഷകൾ മാത്രമേ എഴുതേണ്ടതായിട്ടുള്ളൂ. അവർക്ക് മാത്സ് വരുന്നില്ല, അവർക്ക് ഈ 2 പേപ്പറേ എഴുതേണ്ടതുള്ളൂ, നമ്മുടെ ചെന്നൈ OTA അപേക്ഷിച്ചവർക്ക്. പിന്നെ ആർമി അക്കാഡമി, നേവി, അതായത് ആർമി എയർഫോഴ്സിൻ്റെയൊക്കെ, ആർമി എയർഫോഴ്സ് പിന്നെ നേവിയിലൊക്കെ, ഇന്ത്യൻ നാവൽ അക്കാഡമി, അതുപോലെ തന്നെ ആർമി പിന്നെ എയർഫോഴ്സിലേക്ക് അപേക്ഷിച്ചവർക്ക്, OTA അല്ലാതെ അപേക്ഷിച്ചവർക്ക് ഈ 3 പേപ്പർ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. OTA അപേക്ഷിച്ചവർക്ക് ഈ 2 കോഡ് 11ഉം കോഡ് 12ഉം 11ഉം 12ഉം ഈ 2 പേപ്പറെ എഴുതേണ്ടതായിട്ട് വരൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ദെൻ മറ്റൊന്നാണ് 4 മണി മുതൽ 6 മണി വരെ നടക്കുന്ന എലമെൻ്ററി മാത്തമാറ്റിക്സ്, കോഡ് 13 വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാമിനേഷൻ ടൈം ടേബിൾ. ഇപ്പോൾ UPSC റിലീസ് ചെയ്തതാണ്. റിലീസ് ചെയ്ത ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ UPSC ചാനലിലൂടെ ഈ കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, നിലവിൽ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. വന്ന ഉടനെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും.